സംഗംപൂർ ഗ്രാമത്തിൽ ഗോതമ്പ് വിൽക്കുന്ന 4-5 കടകളുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാരെല്ലാവരും കൂടുതലും രാംലാലിന്റെ കടയിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. 2 ദിവസമായിട്ട് എവിടെയായിരുന്നു? അതെന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണമായിരുന്നു. അതുകൊണ്ടാണല്ലേ കട തുറക്കാഞ്ഞേ? ഒരു 10 കിലോ ഗോതമ്പ് താ. വീട്ടിൽ ഗോതമ്പ് തീർന്നിരിക്കുക. ഇന്നലെ നീ തുറക്കാഞ്ഞുകൊണ്ട് ഞാൻ വേറെ കടയിൽ നിന്നാണ് മേടിച്ചത്. അത് ഞാൻ കഴിച്ചതുമില്ല, കാരണം ഗോതമ്പ് പൊടി കൊള്ളത്തില്ലായിരുന്നു. നിന്റെ കടയിലെ ഗോതമ്പും മറ്റുള്ളവരുടെ കടയിലെ ഗോതമ്പ് വെച്ച് നോക്കിയാൽ നിന്റെയാണ് വളരെ നല്ലത്. ഇപ്പം മനസ്സിലായില്ലേ ഗോതമ്പിന്റെ വ്യത്യാസം? വിലയിലറിയാം അതിന്റെ ഗുണം. എൻ്റെ കടയിലെ ഗോതമ്പിന് ഭയങ്കര വിലയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്? ഇപ്പം മനസ്സിലായില്ലേ? എനിക്ക് ഒരു കസ്റ്റമർ ആണെങ്കിലും മതി, കാരണം ഞാൻ അവർക്ക് കൊടുക്കുന്നത് ഗുണമേന്മയുള്ള സാധനം മാത്രമാണ്. ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. എൻ്റെ ചേട്ടാ, വില കുറച്ച് കൂടിയാലും നമ്പർ 1 ഗോതമ്പാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ആൾക്കാർക്ക് രാംലാലിന്റെ ഗോതമ്പ് മതിയായിരുന്നു. രാംലാലിന്റെ സ്ഥിരം കസ്റ്റമേഴ്സ് 20 കിലോ വെച്ചാണ് ഓരോ മാസവും വാങ്ങിക്കൊണ്ടിരുന്നത്. രാംലാലും നല്ല ഗോതമ്പ് വിറ്റ് നല്ല വരുമാനവും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. രാംലാലിന്റെ കല്യാണം കഴിഞ്ഞ് 2 മാസമേ ആയിട്ടുള്ളൂ. അമ്മ ശാന്തി ഭാര്യ ഉർമിളയുടെ കൂടെ സുഖമായി ജീവിക്കുകയായിരുന്നു. ഇന്ന് വരാൻ നീ ഒത്തിരി വൈകിയല്ലോ മോനെ. അമ്മ ഗോതമ്പ് കഴുകാൻ സമയമെടുത്തു. അമ്മക്ക് അറിയാവുന്നതല്ലേ, ഞാൻ എൻ്റെ കൺമുന്നിലാണ് ഗോതമ്പെല്ലാം കഴുകി വൃത്തിയാക്കുന്നത്. എന്നാലേ എനിക്ക് സമാധാനാവൂ. അത് കൊള്ളാം. ജോലിക്കാരുണ്ടായിട്ട് എന്തിനാ നിങ്ങൾ ചെയ്യണേ? അവരതൊക്കെ നന്നായിട്ട് ചെയ്തോളും. നിങ്ങൾക്ക് ഇങ്ങോട്ട് പോന്നൂടെ? ഊർമിള, കണ്ണു തെറ്റിയ ജോലിക്കാർ കള്ളത്തരം കാണിക്കും. അത് മനസ്സിലാക്കാനാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ കൂടെ നിൽക്കുമ്പോൾ അവർ നല്ല വൃത്തിയായിട്ടെല്ലാം ചെയ്തോളും. എൻ്റെ ഒരു ചെറിയ കൈപ്പിഴ കൊണ്ട് നമ്മുടെ ബിസിനസ്സിന് ഒന്നും സംഭവിക്കരുത്. ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഇവിടെ വന്ന് വാങ്ങിക്കുന്നത് എന്തുകൊണ്ടാ? നല്ല സാധനം കിട്ടുന്ന ഉറപ്പുള്ളതുകൊണ്ടാ. മോനെ രാമേ, നീ പറഞ്ഞത് ശരിയാണ്. സത്യസന്ധത കൊണ്ട് ചെയ്യുന്ന ജോലിക്ക് എപ്പോഴും ഫലമുണ്ടാവുള്ളൂ. നമ്മൾ കള്ളത്തരം കാണിച്ചെന്തെങ്കിലും ജോലി ചെയ്താൽ അത് പിന്നെ ഒരു പ്രയോജനം ഉണ്ടാവൂല. എന്റെ മോൻ സത്യസന്ധത വിട്ടൊരു കളിയില്ല. അതുകൊണ്ട് തന്നെ അവന് നല്ലതേ വരൂ. ദൈവം അതുകൊണ്ടല്ലേ അവൻ ഇത്രയും കസ്റ്റമേഴ്സ് കൊടുത്തേക്കണേ. രാംലാലും അമ്മയും സത്യസന്ധത പാലിക്കുന്നവരായിരുന്നു. രാംലാൽ എപ്പോഴും സത്യസന്ധത കൊണ്ട് ജോലി ചെയ്യുന്നത് അതെപ്പോഴും അവൻ പാലിക്കാനും ആഗ്രഹിക്കുന്നു. ഈ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ രാംലാലിന്റെ ഭാര്യയുടെ അനിയത്തി വീട്ടിൽ താമസിക്കാൻ വന്നു. അതിനിടയിൽ രാംലാലിന് ആക്സിഡന്റ് ആയി. അത് കാരണം അവന് നന്നായി പരിക്കേറ്റു. രാംലാലിന് നടക്കാൻ പറ്റില്ല, പക്ഷെ കടയിലിരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ചേച്ചി, ചേട്ടന് വയ്യാത്തതുകൊണ്ട് നമുക്ക് കടയിൽ പോയി ഇരുന്നാലോ? ഞാൻ എന്തായാലും 1 മാസം ഇവിടെ തന്നെ ഉണ്ടാകും. അത് നല്ലതാണ്. അതേന്നേ, ഞാനും കമലയും കൂടെ കട നോക്കിക്കോളാം കേട്ടോ. നിങ്ങൾ രണ്ടുപേരും അത് ചെയ്യുവോ? അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ജോലിയാണ്. എനിക്ക് കുറെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉള്ളതാ. അവർക്ക് നല്ല സാധനങ്ങൾ വേണം കൊടുക്കാൻ. നിങ്ങൾ വിഷമിക്കാതിരി, ഞങ്ങൾ നോക്കോളാം. എടോ രാംലാലേ, എങ്ങനെ ഉണ്ടിപ്പോ? ഇപ്പം എന്നോട് ഡോക്ടർ റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാലിൻ്റെ എല്ലിന് ചെറിയ പൊട്ടലുണ്ട്. നിന്റെ കടയിൽ നിന്നല്ലേ എല്ലാവരും ഗോതമ്പ് വാങ്ങിയിരുന്നേ? ഇപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടാ. നീ എപ്പോഴാ കട തുറക്കുന്നതെന്ന് എല്ലാവരും കാത്തിരിക്കുക. എന്നിട്ട് വേണം എല്ലാവർക്കും ഗോതമ്പ് വാങ്ങിക്കാനായിട്ട്. അതെ ചേട്ടാ, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. ഇനി എല്ലാവർക്കും ഗോതമ്പ് കിട്ടും. ഞാനും കമലയും കൂടെ കട നോക്കിക്കോളാം. ശരി ചേച്ചി, എന്നാ ഞാൻ പോയിട്ട് വരാം. അയാള് പോയി കഴിഞ്ഞപ്പോ അമ്മായിയമ്മ അവരെ പ്രശംസിച്ചു. അവളോട് പറഞ്ഞു, മോളെ, എനിക്ക് സന്തോഷമുണ്ട് നീ നിന്റെ ഭർത്താവിനെ ഈ അവസ്ഥയിൽ സഹായിക്കുന്നു. ഒരു കാര്യം ഓർത്തോണേ, എന്റെ മകൻ എപ്പോഴും സത്യസന്ധത കൊണ്ടാണ് ഇത്രയും നാളും ജീവിച്ചതും ജോലി ചെയ്തതും. നീയും അതുപോലെ തന്നെ ചെയ്യണം. എന്നാലേ നമ്മുടെ ജോലി എന്നത്തെയും പോലെ തന്നെ നന്നായി പോവുകയുള്ളൂ. അമ്മ വിഷമിക്കണ്ട, ഞാനെല്ലാം നോക്കിക്കോളാം. അമ്മേ, ഞാനും ചേച്ചിയുടെ കൂടെ ഉണ്ട്. ചേച്ചി ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടില്ല. അത് നല്ലത് തന്നെയാ. ഊർമിള ഒറ്റയ്ക്കാണെന്ന് വരേയില്ലല്ലോ. 2 പേരും കൂടെ ചേർന്ന് നന്നായി നോക്ക്. രാംലാൽ അവളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി. അടുത്ത ദിവസം തൊട്ട് ഊർമിള കമലയും കൊണ്ട് ജോലി ചെയ്യാൻ കടയിലിരുന്നു. കട തുറന്നതറിഞ്ഞ് കസ്റ്റമേഴ്സിന് സന്തോഷമായി. എന്തായാലും നന്നായി, കട ഇന്നെങ്കിലും തുറന്നല്ലോ. ഞാൻ വിചാരിക്കായിരുന്നു ഗോതമ്പ് വേറെ കടയിൽ നിന്ന് വാങ്ങണല്ലോന്ന്. എന്തായാലും നന്നായി. ഇനി നിങ്ങൾക്ക് വേറെ കടയിൽ പോകേണ്ട ആവശ്യമില്ല. എന്നും കട തുറന്നിരിക്കൂട്ടോ. ഞാൻ ഈ കടയിൽ ഉണ്ടാവും. അതെന്തായാലും നന്നായി. ഭർത്താവിനെ സഹായിക്കണതേ രാംലാൽ ചേട്ടന്റെ ഒരു ഭാഗ്യം തന്നെയാ. മോളെ പോലത്തെ ഒരു ഭാര്യ കിട്ടിയില്ലേ, പുണ്യം ചെയ്തിട്ടുണ്ടാകും. 20 കിലോ ഗോതമ്പ് എടുക്ക്. ചേച്ചി, ഞാൻ ഗോതമ്പ് എടുത്തു കൊടുക്കാം, പൈസ വാങ്ങിക്കോ. നീ എടുക്ക്. ഇതെന്താ രാജു വരാത്തത്? നമ്മൾ കട തുറന്നിട്ടുണ്ടെന്ന് അവൻ അറിഞ്ഞില്ലായിരുന്നോ? പോകുന്ന വഴിക്ക് നമുക്ക് രാജുവിന്റെ വീട്ടിൽ കയറിയിട്ട് നാളെ തൊട്ട് ജോലിക്ക് വരാൻ പറയാം. രാജു രാംലാലിന്റെ കടയിലെ ജോലിക്കാരനായിരുന്നു. കട അടച്ചിട്ടതുകൊണ്ട് രാജു വീട്ടിൽ തന്നെയായിരുന്നു. തിരിച്ചു പോകുന്ന വഴി രാജുവിന്റെ വീട്ടിൽ കയറി ഊർമിള നാളെ വരാൻ പറഞ്ഞു. അടുത്ത ദിവസം തൊട്ട് രാജു കടയിൽ വന്നു ഊർമിളേനെയും കമലേനെയും സഹായിക്കാനായിട്ട്. ചേച്ചി, ഗോതമ്പ് തീർന്നു. ഇനി അധികമില്ല, വാങ്ങേണ്ടി വരും.
ആ ശരി, നാളെ നീ ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് ഗോതമ്പ് വാങ്ങിച്ചിട്ട് വരാം. ഗോതമ്പ് വന്നാലത് കഴുകണ്ടേ? ആദ്യം നമുക്ക് വാങ്ങിയിട്ട് വരാം, ബാക്കിയെല്ലാം പിന്നീടല്ലേ. അടുത്ത ദിവസം ഊർമിളയും കമലയും രാജുവും ഗോതമ്പ് വാങ്ങിക്കാൻ കടയിൽ പോകും. രാംലാലും ആ കടയിൽ നിന്നാണ് വാങ്ങുന്നത്. ഇതിന് ഭയങ്കര വിലയാണല്ലോ, വില കുറഞ്ഞതൊന്നും ഇല്ല ഇവിടെ. ഈ ഗോതമ്പാ രാംലാല് വാങ്ങിക്കുന്നേ. ഈ ഗോതമ്പിലാണ് നല്ല ചപ്പാത്തി ഉണ്ടാക്കുന്നേ. ഇച്ചിരി വില കൂടിയതാണ്, ഇതാണ് വാങ്ങുന്നത്. അതെ ചേച്ചി, ഇങ്ങോട്ട് വന്നേ. ആ എന്താ ചേച്ചി, ചേട്ടൻ എന്ത് പരിപാടിയാ കാണിക്കണേ? ഇത്ര വില കൂടിയത് വാങ്ങിയിട്ട് എന്ത് ലാഭമാണ് കിട്ടുന്നത്? നമുക്ക് വില കുറഞ്ഞത് വാങ്ങിച്ച് അതേ റേറ്റിന് വിൽക്കാം. എന്തായാലും കസ്റ്റമേഴ്സ് പോവൂലല്ലോ. ആർക്കും അറിയാൻ പറ്റൂല. നമുക്ക് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാന്നേ. നീ പറയുന്നത് ശരിയാ. ശരി, നമുക്കൊന്ന് വില കുറഞ്ഞത് വാങ്ങാം. വില കുറഞ്ഞത് നമുക്ക് അതേ റേറ്റിന് തന്നെ കടയിൽ വിൽക്കാം. കമല പറഞ്ഞതുപോലെ വില കുറഞ്ഞത് വാങ്ങി ഊർമിള കടയിലോട്ട് കൊണ്ടുവന്നു. അത് കഴുകിയത് പോലുമില്ല. ചേച്ചി, ഗോതമ്പ് കഴുകിയില്ലേ? ഇതിലാണെങ്കിൽ ഒരുപാട് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാജു, നമ്മുടെ കയ്യിൽ സമയമില്ല ഇതിനെ കഴുകി ഉണക്കി പൊടിച്ചെടുക്കാനൊന്നും. രാജുവേ, നീ കൂടുതൽ സംസാരിക്കണ്ട. നീ ജോലിക്കാരനല്ലേ? ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ ആളെ വെക്കും. മിണ്ടാതിരുന്നാ മതി. വിചാരിച്ച കാര്യം തന്നെയാണ് അവിടെ സംഭവിച്ചതും. എന്നാ പിടിച്ചോ നിങ്ങളുടെ ഗോതമ്പ്. രാംലാലിൽ നിന്ന് ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന ഗോതമ്പ് ഇതൊന്നും അല്ല. ഈ ഗോതമ്പ് വില കുറഞ്ഞതാണ്. ഇതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഒന്നിനും കൊള്ളത്തില്ല. ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് കല്ല് പോലെ. ഇതിനകത്താണ് മുഴുവൻ കല്ലും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളിത് വൃത്തിയാക്കിയില്ലേ? അതെ ചേച്ചി, വില കുറഞ്ഞ ഗോതമ്പ് വാങ്ങിക്കാൻ നിങ്ങളുടെ കട വരേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് നല്ല ചപ്പാത്തി തിന്നാനാണ് ഇവിടുന്ന് തന്നെ ഗോതമ്പ് വാങ്ങുന്നേ. കാശ് കൂടുതൽ മേടിച്ചിട്ട് ചീത്ത സാധനമാണോ തരുന്നേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് തിരിച്ചതാ. ആ ദിവസം ഊർമിളയ്ക്ക് വിഷമായി. അവളുടെ ഒരു തെറ്റ് കാരണം എല്ലാ കസ്റ്റമേഴ്സും ഗോതമ്പ് തിരിച്ചു കൊടുത്തു. അത് കാരണം ഒരുപാട് നഷ്ടവും ഉണ്ടായി. ചേച്ചി, ഇത് എവിടെയാ പോകുന്നത്? ഞാൻ വില കൂടിയ ഗോതമ്പ് വാങ്ങിക്കാൻ പോവാ. ചേട്ടൻ വാങ്ങിച്ചോണ്ടിരുന്ന അതേ ഗോതമ്പ്, അല്ലേ ശരിയാവൂല. രാജു, നീ എന്റെ കൂടെ വാ. ഇത് മാറ്റിയിട്ട് വില കൂടിയ ഗോതമ്പ് മേടിച്ചോണ്ട് നമുക്ക് വരാം. നിന്റെ ചേട്ടനോ തന്നെയല്ലേ ഇഷ്ടം. ഗോതമ്പ് നന്നായി കഴുകി ഉണക്കി നമുക്കത് പൊടിച്ചു എടുക്കണം. ഇനിയൊരു പ്രശ്നം ഉണ്ടാവരുത്. കമല, നീ കടയിൽ തന്നെ ഇരിക്കും, ഞാൻ രാജുവിന്റെ കൂടെ പോയിട്ട് വരാം. ഊർമിളയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു, ഇനിയും ഇതുപോലെ തെറ്റ് ചെയ്താൽ ഭർത്താവ് ഉണ്ടാക്കി വച്ചിരുന്ന സൽപ്പേരും സത്യസന്ധമായി ചെയ്തിരുന്ന ജോലിക്കും അത് ബാധിക്കുമെന്ന്. അവൾ അവളുടെ തെറ്റ് തിരുത്തി നല്ല വില കൂടിയ ഗോതമ്പ് തന്നെ വിൽക്കാൻ തുടങ്ങി. രാംലാൽ വിറ്റോണ്ടിരുന്ന ഗോതമ്പ് തന്നെ അവളും വിൽക്കാൻ തുടങ്ങി. രാംലാലിന്റെ അസുഖമൊക്കെ മാറി അവൻ വീണ്ടും പഴയതുപോലെ കടയിലോട്ട് വന്നു. എങ്ങനെയായിരുന്നു ആദ്യം അതുപോലെ തന്നെ. ജോലിയും വരുമാനവും ഒരേപോലെ തന്നെ. ഇതിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാൻ പറ്റുന്നത്? തെറ്റായ പ്രവൃത്തികളിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം, പക്ഷെ എപ്പോഴും അത് ശാശ്വതമാവില്ല. അതുകൊണ്ട് എപ്പോഴും സത്യസന്ധതയായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് നമുക്ക് ഭാഗ്യങ്ങൾ തേടി വരും. എനിക്ക് മാങ്ങ അച്ചാറിന്റെ മണം വരുന്നുണ്ട്. എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. എത്ര നേരമായിട്ടാ ഈ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്നത്? ചപ്പാത്തി ഇനി എപ്പോ വരുമോ എന്തോ. അമ്മ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യേ, ഞാനിപ്പം മോളെ വിളിക്കാവേ. നിഹാരിക്ക മോളെ, ഭക്ഷണം റെഡിയായെങ്കിൽ കൊണ്ടുവാ മോളെ. വിശപ്പ് കാരണം വയറിന്റെ അകത്ത് ഒരുമാതിരി ബുദ്ധിമുട്ടാണേ. ആ അമ്മ, 2 മിനിറ്റ് ഇപ്പൊ കൊണ്ടുവരാം. നിഹാരിക്ക 2 മിനിറ്റ് കൊണ്ട് ഭക്ഷണമൊക്കെ വിളമ്പും. ഡൈനിങ് ടേബിളിൽ 7 പേരുണ്ട്. അമ്മായിയച്ഛന്റെ അമ്മ, അതുപോലെ രാംദീൻ, അമ്മായിയമ്മ സാവിത്രി, അർജുൻ, വിശാൽ, നാത്തോൻ സിമ്രൻ, ഭർത്താവായ അഭിഷേക്. അവർക്കെല്ലാവർക്കും 10 ചപ്പാത്തി അവിടെ വിളമ്പി വെച്ച് അവള് വീണ്ടും അടുക്കളയിലിട്ട് പോകും. അപ്പോഴേക്കും ചപ്പാത്തി തീർന്നു. മരിമോളെ, ചപ്പാത്തി കൊണ്ടുവാ. അവിടെ എന്ത് ചെയ്യുവാ? എന്റെ ദൈവമേ, ഇത് എന്തുവാ ഇത്? ഇവരുടെ വയറിലെന്താ കൊക്കപ്പുഴുവോ? മെഷീനൊന്നും അല്ലല്ലോ, ഞാൻ മനുഷ്യനല്ലേ. നിഹാരിക എന്നിട്ടും സ്പീഡിലാണ് ചപ്പാത്തി ഉണ്ടാക്കണത്. എന്നിട്ടും അവിടെ തികയാതെ തന്നെ വരും. മോളെ, ഇത് എന്തുവാ? ഒരു ചപ്പാത്തിക്ക് വേണ്ടി എത്ര നേരമാ ഞങ്ങൾ കാത്തിരിക്കുന്നേ? അമ്മ, ഞാൻ എത്ര വേഗത്തിലാ ചെയ്യുന്നത് കാണുന്നില്ലേ? എന്നിട്ടും അവിടെ ചപ്പാത്തി തികയുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? നാളെ തൊട്ട് ഞാൻ കുറെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളെ വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കുറവും വരില്ലല്ലോ. ഇല്ല മോളെ, തണുത്ത ചപ്പാത്തി തിന്നാൻ വയ്യ. ചപ്പാത്തി ചൂടോടെ കഴിച്ചാലേ രസമുള്ളൂ. അമ്മ, ചൂട് കഴിക്കണമെങ്കിൽ ഒന്ന് കാത്തിരുന്നേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ തണുത്ത ചപ്പാത്തി കിട്ടൂ. എവിടെയെങ്കിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും ചൂടത്ത് ഞാൻ ഇത്രയെങ്കിലും ചെയ്യുന്നില്ലേ? അതേ എനിക്ക് പറ്റൂ. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര മടിച്ചികളാണെന്നാ എനിക്ക് മനസ്സിലായത്. ഇത്തിരി ഒന്ന് ചൂട് കെട്ടിയ അപ്പോഴത്തേക്കും വയ്യാണ്ടാവൂ ഇവർക്ക്. ആ, കുഴപ്പമില്ല മോള്, നീ ചെയ്യണ്ട. നിന്നെക്കൊണ്ട് പറ്റത്തില്ലെങ്കി വിട്ടേരെ. നാളെ തൊട്ട് ഞാനും സാവിത്രി ഉണ്ടാക്കിക്കോളാം കേട്ടോ. എന്തേ സാവിത്രി, ശരിയല്ലേ?
അതിനെന്താ അമ്മ, നാളെ തൊട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. നാളെ മോളെ നീ കറി ഉണ്ടാക്കി വെച്ചാ മതി. ശരി, അമ്മയ്ക്ക് തോന്നുന്നത് പോലെ. അടുത്ത ദിവസം നിഹാരിക അത് തന്നെ ചെയ്യും. കറിയും സാലഡും ഒക്കെ തയ്യാറാക്കും. അതിന്റെ കൂടെ ഗോതമ്പും കുഴച്ചു വച്ചേക്കും. അമ്മ, ഞാൻ എന്റെ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ ചപ്പാത്തി ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറി. ചൂടുകാലത്ത് ഇത്രയും പേർക്ക് ചപ്പാത്തി ഉണ്ടാക്കി അവരുടെ അവസ്ഥ വളരെ കുഴപ്പത്തിലായി. ചൂടെടുത്ത് അവര് അമിഞ്ഞുപോയി. അയ്യോ എന്റെ ദൈവമേ, ഈ ചൂടെന്നെ അങ്ങോട്ട് എടുക്കുവോ? ഇത്രയും വിയർത്തിട്ടില്ല ഞാൻ മല കയറുമ്പോ പോലും. ഈ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോ വിയർത്തു. അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഈ വയസ്സാങ്കാലത്ത് ചപ്പാത്തി ഉണ്ടാക്കാൻ. സാവിത്രി, നീ തന്നെ ഉണ്ടാക്കിക്കോ. അങ്ങനെ മുത്തശ്ശി 2-3 ചപ്പാത്തി ഉണ്ടാക്കി അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് പോകും. അങ്ങനെ സാവിത്രി ഒറ്റയ്ക്ക് ചപ്പാത്തി പരത്തും. പക്ഷെ ചൂടത്ത് അവളുടെ അവസ്ഥയും മോശമായി. എങ്ങനെയൊക്കെയോ ചപ്പാത്തി ഉണ്ടാക്കി അവള് പുറത്തേക്ക് വരും. എന്റെ ദൈവമേ, ഇന്ന് അടുക്കള കയറിയപ്പോ ഞാൻ പരലോകം കണ്ടില്ലെന്ന് വേണം പറയാൻ. ദൈവമേ, എനിക്കൊട്ടും പറ്റുന്നില്ലല്ലോ. മരുമോളെ, നാളെ തൊട്ട് നീ തന്നെ ചപ്പാത്തി ഉണ്ടാക്ക്. ഞങ്ങളെ കൊണ്ടിതൊന്നും പറ്റത്തില്ല. ഒരു ദിവസം കൊണ്ട് ഇവരുടെ കാര്യം കഴിഞ്ഞെന്ന് തോന്നും. അടുത്ത ദിവസം നിഹാരിക കറി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തണുത്ത ചപ്പാത്തി കഴിക്കേണ്ടി വന്നു. കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരുമല്ലോ അല്ലേ? എന്തായാലും മോളെ, ചൂട് ചപ്പാത്തിക്കുള്ള രുചി ഈ തണുത്ത ചപ്പാത്തിക്കില്ല. ഓഹോ, അമ്മയാണെങ്കിൽ ചൂട് ചപ്പാത്തിയുടെ പുറകെ തന്നെ നടക്കുവാണല്ലോ. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം, നിഹാരിക മോളെ, ഇന്ന് വൈകുന്നേരം വിമലയുടെ വീട്ടിൽ പൂജയുണ്ട്. അത് കഴിഞ്ഞ് അവിടെയാണ് ഭക്ഷണമൊക്കെ എന്ന്. അതുകൊണ്ട് ഒരുങ്ങി നിൽക്കണേ നീയും. വിമല ഒരുപാട് പ്രാവശ്യം ഫോൺ വിളിച്ച് പറഞ്ഞു മരുമോളെയും കൂട്ടിക്കൊണ്ടു വരണമെന്ന്. വിമല ആന്റീനയ്ക്ക് നന്നായിട്ട് അറിയാം, പിശക്കിന്റെ അങ്ങ് അറ്റവാ. പാചകക്കാരെ വിളിച്ചു കാണത്തില്ല, അതുകൊണ്ടായിരിക്കും എന്നെ സഹായത്തിന് വിളിക്കണേ. ഇവിടെയും ഞാൻ നരകത്തിൽ തന്നെയാ. ഇനി അവിടെ പോയിട്ട് ഞാൻ കൂടുതൽ പണി ചെയ്യണം. ഇതൊക്കെ ആലോചിച്ചാണെങ്കിലും നിഹാരിക ആ പൂജയ്ക്ക് പോവുകയൊക്കെ ചെയ്യും. വിമലയുടെ മരുമകൾ സോണിയ എല്ലാവരോടും പറയും, എല്ലാരും ഇവിടെ ഇരുന്നോളൂ, ഞാൻ ഭക്ഷണം എടുത്തിട്ട് വരാവേ. സോണിയ, ഞാനും കൂടെ അടുക്കളയിലോട്ട് വരട്ടെ? ഭജന പാടി എനിക്കും വയ്യാണ്ടായി. നിനക്ക് സഹായം വേണമെങ്കിൽ ഞാൻ വരാട്ടോ. അയ്യോ വേണ്ട, അതിന്റെ ആവശ്യമില്ല. മട്ടർ പനീറും ദാലും പായസമൊക്കെ റെഡിയാ. ഇനി ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി, അത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിക്കോളാം. ഉറപ്പാണോ? അതേന്നെ, ഞാനിപ്പോ സെറ്റാക്കാം. സോണിയ എല്ലാവരെയും ഒരുമിച്ച് കഴിക്കാനിരുത്തും. അവൾ എല്ലാവർക്കും ചൂട് ചപ്പാത്തി വിളമ്പാനും തുടങ്ങും. ചപ്പാത്തി വിളമ്പുന്ന സ്പീഡ് കണ്ടപ്പോൾ സാവിത്രി അവളോട് പറയും, വിമലയുടെ മരുമകള് കൊള്ളാലോ, എത്ര പെട്ടെന്നാ ഉണ്ടാക്കുന്നേ. കണ്ടില്ലേ എത്ര വേഗത്തിലാണ് ചൂട് ചപ്പാത്തി എല്ലാവർക്കും കൊടുക്കുന്നത്. ഇവിടെ ആരും വിശന്നിരിക്കുകയില്ല. എല്ലാവരുടെ പാത്രത്തിൽ ചൂട് ചപ്പാത്തിയാന്നേ. കാര്യം ശരിയാണല്ലോ. അല്ല, ഇവളെങ്ങനെ ഇത് ചെയ്യുന്നത്? എനിക്ക് വീട്ടുകാർക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് തന്നെ പ്രാന്താവുമല്ലോ. അടുക്കളയിലൊന്ന് പോയി നോക്കാം, അവൾ ഇതെങ്ങനെയാ ചെയ്യണേന്ന് നോക്കാം. സോണിയുടെ അടുക്കളയിൽ പോയി നിഹാരിക നോക്കുമ്പോ ആകെപ്പാടം ഞെട്ടി അങ്ങ് പോയി. ഗോതമ്പും അവന്റെ ഉരുള വലുത്. എന്നിട്ടത് വലിയ രീതിയിൽ പരത്തി അങ്ങ് എടുത്തു. എന്നിട്ടൊരു പാത്രം എടുത്ത് അത് കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റിവെച്ചു. അതിന്റെ മേൽക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് എല്ലാത്തിനെയും അങ്ങ് പരത്താൻ തുടങ്ങി. അതുകൊണ്ട് 10 ചപ്പാത്തി ഒരുമിച്ച് പരത്തി കിട്ടി. എന്നിട്ടൊരു വലിയ തവയ്ക്കകത്ത് 10 ചപ്പാത്തി ചുട്ടെടുത്തു. അല്ല, ഇതെങ്ങനെയാ സോണിയ? ഇതെന്ത് ഐഡിയ ആണ്? മാഡം, ഇതൊരു ഐഡിയ ആണ് പെട്ടെന്നുണ്ടാക്കാനുള്ള. നീ നല്ല സ്മാർട്ടായിട്ടുള്ള ആള് തന്നെ. ഇതാണ് എന്റെ ട്രിക്ക്. ഇതുകൊണ്ട് നമുക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് 10 ചപ്പാത്തി ഉണ്ടാക്കാം. ഇത് വലിയൊരു ട്രിക്ക് തന്നെയാ. നാളെ തൊട്ട് എന്റെ വീട്ടിൽ ഞാൻ ഇത് ചെയ്യും. അടുത്ത ദിവസം കൊണ്ട് അവളും ഈ ട്രിക്ക് ഉപയോഗിച്ചു. എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഒറ്റ സമയത്ത് ഇരിക്കുമ്പോൾ, ഇതെന്താ മോളെ, ഇന്ന് നീ ചപ്പാത്തി ഉണ്ടാക്കിയില്ലേ? ഇന്ന് തൊട്ട് അമ്മയ്ക്ക് ചൂട് ചപ്പാത്തി 10 സെക്കൻഡിനുള്ളിൽ കിട്ടുമല്ലോ. എന്തേ, നിന്റെ കയ്യിൽ വല്ല മാജിക് ഉണ്ടോ? അങ്ങനെയൊക്കെ കരുതിയാ മതി. നിഹാരിക പെട്ടെന്ന് തന്നെ അടുക്കളയിൽ പോയി സോനിയ ചെയ്ത പോലെ തന്നെ ഗോതമ്പ് മാവിന്റെ വലിയ ഒരു ഉരുള ഉണ്ടാക്കി വെക്കും. അതേ ട്രിക്ക് ഉപയോഗിച്ച് അവള് ചൂട് ചപ്പാത്തി ഉണ്ടാക്കും. ഇത് നിങ്ങളുടെ ഇത് നിങ്ങളുടെ. ഇത് കൊള്ളാലോ മോളെ, ഒറ്റയടിക്ക് 10 ചപ്പാത്തി ഉണ്ടാക്കുന്ന ആളായോ? പക്ഷെ അവര് ചപ്പാത്തി കഴിച്ചപ്പോ പാതി വെന്തതൊക്കെ ആയിരുന്നു. മോളെ, നീ ഞങ്ങളെ എന്തിനാ പച്ചമാവ് തീറ്റിക്കുന്നേ? വീട്ടിലെ ഗ്യാസ് തീർന്നു പോയോ? മോളെ സത്യ, ഇത് വെന്തിട്ടില്ല മോളെ. അമ്മ ചൂട് ചപ്പാത്തി വേണം, പച്ച ചവക്കരുത് എന്നൊക്കെ പറഞ്ഞ കുറച്ചൊക്കെ കോംപ്രമൈസ് എവിടെയെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. ചൂട് ചപ്പാത്തി വേണമെങ്കിൽ ഇങ്ങനെ കിട്ടുള്ളൂ. നിഹാരിക്കയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഇപ്പൊ വളരെ എളുപ്പമായിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് ആ ചപ്പാത്തി ഒന്ന് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. Thanks for watching.